ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. അതായത് 2022 വർഷത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നാടിനും വീടിനും ജനങ്ങൾക്കും ഭരണകർത്താക്കന്മാർക്കും ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ഫലങ്ങൾ ഉണ്ടാവും എന്നുള്ള ചിന്തയാണ് 2022 പറ്റി ചിന്തിച്ച് എഴുതിയിരിക്കുന്ന ഈ പേപ്പറുകൾ. 2022 വർഷത്തെ ഫലങ്ങൾ. ഈ ഫലത്തിൽ 1997 ധനുമാസം 16 അതായത് ഇംഗ്ലീഷ് മലയാള വർഷപ്രകാരം 1997 ധനുമാസം ഏകദേശം രാത്രി 12 മണി 12 കറക്റ്റായിട്ട് വരില്ല, 12:01 എന്നുള്ള കണക്ക് പ്രകാരം വെള്ളിയാഴ്ചയാണ് വരുന്നത്. അതേ സമയത്ത് 2022 ജനുവരി 1 തീയതി എന്ന് പറയുമ്പോൾ 12 മണിക്ക് ശേഷം വരുന്നത് ശനിയാഴ്ച ദിവസമാണ്. അപ്പം നമ്മൾ ഇവിടെ 2022 പറ്റി ഫലം പറയുമ്പോൾ ശനിയാഴ്ചത്തെ ഫലമേ പറയാൻ പറ്റുള്ളൂ. ശനിയാഴ്ച ദിവസമാണ് വരുന്നത്. ശനിയാഴ്ച ദിവസം 1 തീയതി പിറക്കുന്നത് അത്ര സുഭിതമല്ല. ശനി എന്ന് പറയുന്നത് തന്നെ ശനി കാരകനായിട്ടുള്ള ശനി തന്നെ ആപത്ത് ഉണ്ടാക്കുന്ന ഒരാളാണ്. അതുകൂടാതെ തന്നെ തൃക്കേട്ട നക്ഷത്രത്തിലാണ് ഈ 2022 പിറക്കുന്നത്. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ പ്രഥമ ചരണം, ആദ്യ പാദം എന്ന് പറയും. 1-ാം പാദത്തിലാണ് ജനിക്കുന്നത്. പ്രഥമ ചരണം 1-ാമത് കൃഷ്ണപ്രക്ഷ ത്രയോദശിയിലാണ്. ത്രയോദശിയിൽ എന്ന് വെച്ച് പറഞ്ഞാൽ ഏകദേശം കൃഷ്ണപക്ഷം എന്ന് വെച്ച് പറഞ്ഞാൽ വെളുത്ത ശുക്ലപക്ഷം പറഞ്ഞ കറുത്തവാവിന് ശേഷവും കൃഷ്ണപക്ഷം പറഞ്ഞാൽ വെളുത്ത വാവിന് ശേഷവും വരുന്നതാണ്. അപ്പോൾ കൃഷ്ണപക്ഷ ത്രയോദശി കഴിഞ്ഞു പറഞ്ഞാൽ ചതുർദശി കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ അമാവാസി, അതേ വാവാണ്. അപ്പോൾ വാവിൻ്റെ തൊട്ട് 2 ദിവസം മുമ്പാണ്. അപ്പോൾ ചന്ദ്രന് തീരെ ബലമില്ല എന്നർത്ഥം. ചന്ദ്രൻ്റെ തീരെ ബലമില്ല. ചന്ദ്രൻ നിൽക്കുന്നത് തന്നെ വൃശ്ചിക രാശിയിലാണ്. തൃക്കേട്ട നക്ഷത്രം വൃശ്ചിക രാശിയിൽ വരുന്നത്. അപ്പോൾ വൃശ്ചിക രാശിയിലാണ് ഈ 2022 വർഷം പിറക്കുന്നത്. അന്നേക്ക് കരണം വരുന്നത് പശുകരണമാണ്. യോഗം വരുന്നത് ഗണ്ഡനാമ നിത്യയോഗമാണ്. കൂടിയ വൃശ്ചിക രാശിയിൽ കന്നി ലഗ്നമാണ് ഉദയം വന്നിരിക്കുന്നത്. ഉദയം അന്നേക്ക് വന്നിരിക്കുന്ന ഉദയം കന്നി ലഗ്നമാണ്. കന്നി ലഗ്നം എന്ന് പറയുമ്പോൾ ഒരു ജാതകത്തിൻ്റെ ഒരു ഏകദേശം കുറിപ്പെഴുതുമ്പോൾ രാശി വേറെ, രാശി ചന്ദ്രൻ നിൽക്കുന്ന രാശിയും അതേസമയത്ത് ലഗ്നം എന്ന് പറയുന്നത് ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നമാണ് കന്നി മാസം. അപ്പോൾ കന്നി ലഗ്നമാണ്. കന്നി ലഗ്നത്തിലാണ് 2022 പിറക്കുന്ന സമയം. കന്നി ലഗ്നത്തിൻ്റെ 2-ാം ഭാവത്തിൽ, അതായത് ഗ്രഹസ്ഥിതി, അതിൻ്റെ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ കന്നി ലഗ്നത്തിൻ്റെ 2-ാം ഭാവത്തിൽ ഗുളികനും 3-ാം ഭാവത്തിൽ ചന്ദ്രനും ചൊവ്വയും കേതുവാണ് നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ. അതേസമയത്ത് 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് സൂര്യനും, 4-ാം ഭാവത്തിൽ സൂര്യനും ശുക്രനും, 5-ാം ഭാവത്തിൽ ബുധനും ശനിയും, 6-ാം ഭാവത്തിൽ വ്യാഴവും, 9-ാം ഭാവത്തിൽ രാഹുവും ആണ് സ്ഥിതി. ലഗ്നാധിപൻ എന്ന് വെച്ച് പറഞ്ഞാൽ കന്നി ലഗ്നത്തിൻ്റെ അധിപൻ ബുധനാണ്. ബുധൻ കർമ്മസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 5-ാം ഭാവത്തിൽ പഞ്ചമസ്ഥാനത്തിൽ ത്രികോണസ്ഥാനത്തിൽ നിൽക്കുന്നത് വളരെ ഗുണകരമാണ്. അപ്പോൾ ലഗ്നാധിപൻ ബുധൻ കർമ്മസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 5-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. കർമ്മ പുരോഗതി, തൊഴിൽ പുരോഗതി, കർമ്മ പുരോഗതി, ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും അഭിവൃദ്ധി എല്ലാം കാണുന്നുണ്ട്. അതേസമയം 6-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴൻ വളരെ ദോഷകാരകനാണ്. അതായത് ദൈവാധീനം ഉള്ള രാശിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ സർവേശ്വരന ദക്ഷിണേസ് അസ്ഥി സാഹിത്യ മാസ്മ ദക്ഷിണേ അനുകൂലെ പ്രായ അനുകൂല സകലാച്ച ദേവ എന്ന് പറയുന്നത്. അപ്പോൾ കന്നി ലഗ്ന സംശയത്തിൽ വന്നിട്ട് നിൽക്കുന്ന വ്യാഴൻ 6-ാം ഭാവമായിട്ടുള്ള കുംഭൻ രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ 6-ാം ഭാവത്തിൽ നിൽക്കുന്നത്, ഈ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴൻ ദൈവാധീനത്തിനെ കുറച്ച് കാണുന്നു എന്നാണ് പറയുന്നത്. ദൈവാധീനം കുറച്ച് കാണുന്നു. അത് ഈ വ്യാഴൻ തന്നെ ലഗ്നത്തിൻ്റെ നിന്ന് 4-ാം ഭാവത്തിൻ്റെയും 7-ാം ഭാവത്തിൻ്റെയും ഭാവാധിപനാണ്. 4-ാം ഭാവം എന്ന് വെച്ച് പറഞ്ഞാൽ ജനങ്ങളും രാജ്യവുമാണ്. ജനങ്ങളും രാജ്യവുമാണ് 4-ാം ഭാവം. അപ്പം ജനങ്ങൾക്കും 4-ാം ഭാവമായിട്ടുള്ള ജനങ്ങൾക്കും അതേസമയത്ത് രാജ്യത്തിനും ദോഷകരമായിട്ട് നിൽക്കുന്നുണ്ട്. നിവൃത്തി സ്ഥാനാധിപനാണ്. നിവൃത്തി സ്ഥാനാധിപൻ വെച്ച് പറഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുന്ന ആളാണ് 6-ാം ഭാവത്ത് നിൽക്കുന്നത്. അപ്പോൾ 6-ാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴൻ
വളരെ ദോഷത്തെ കാണിക്കുന്നുണ്ട്. വ്യാഴൻ, അപ്പോൾ വ്യാഴൻ മറഞ്ഞിരിക്കുന്ന ഒരു രാശിയാണ് നമ്മുടെ 2022. അത് കാരണം ജനങ്ങൾക്കും നാട്ടിനും വളരെ ദോഷഫലമാണ് കാണുന്നത്. 4ാം ഭാവാധിപൻ ശത്രുസ്ഥാനത്താണ് നിൽക്കുന്നത്. ശത്രുസ്ഥാനം, 4ാം ഭാവാധിപൻ നിൽക്കുന്നത് 6ാം ഭാവം. തസ്കരാരാധി വിഘ്നാദി വ്യാധ്യതനുസരിച്ച് 6ാം ഭാവം തസ്കരന്മാർ കള്ളന്മാരുടെയും ആരാധ്യപര ശത്രുക്കളുടെയും രോഗത്തിൻ്റെയും സ്ഥാനമായിട്ടുള്ള 6ാം ഭാവത്തിൽ നിൽക്കുന്ന അതാണ് ശത്രുസ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അയൽ രാജ്യങ്ങളുമായിട്ട് ശത്രുത വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഭരണകർത്താക്കന്മാർക്ക് ദോഷമില്ല. പക്ഷെ 6ാം ഭാവം രോഗസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ രോഗവർധന ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഭൂമികാരകനായിട്ടുള്ള ചൊവ്വ 3ാം ഭാവത്തിൽ നിൽക്കുന്നത്. 3ാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ചൊവ്വ. പക്ഷെ 3ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ അഷ്ടമാധിപനും കൂടിയാണ്. അഷ്ടമാധിപൻ പറഞ്ഞ സർവേശ്വരണ ദക്ഷിണേസി അസ്ഥി സാന്നിധ്യമാസ്മ ദക്ഷിണേ അനുകൂലെ പ്രായേ അനുകൂല സകലാച്ച ദേവ എന്ന് പറയുന്ന പോലെ തന്നെ സർവപ്രണാസോ വിപദോ അപപാദോ കേതുപ്രദേശോ മരണസ്യ ദാസ മഠാദി ഗതാച്ച വിഗ്രഹം. അതായത് ആയുസിൻ്റെയും നാശത്തിൻ്റെയും കാരകനാണ് ചൊവ്വ. അപ്പൊ ആ ചൊവ്വ അഷ്ടമത്തിൽ നിന്നും അഷ്ടമാധിപനാണ്. അഷ്ടമത്തിൽ നിന്നും അഷ്ടമത്തിൽ 3ാം ഭാവത്തിൽ മാരകസ്ഥാനം നിൽക്കുന്നുണ്ട്. വളരെ ദോഷം. അപ്പം ഭൂമി കാരകനായ കാരണം ഭൂമിക്കും ദോഷങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. അഷ്ടമസ്ഥാനം നിൽക്കുന്നുണ്ട്. ഭൂമിക്കും ദോഷം കാണുന്നുണ്ട്. ഭൂമിക്കും വളരെ ദോഷകരമായിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത് ഉണ്ടാകുന്നത്. കേസരി യോഗത്തിലാണ് ഈ ഇത് വന്നിരിക്കുന്നത്. അതായത് ചന്ദ്രകേന്ദ്രത്തിൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ, ചന്ദ്രകേന്ദ്രം പറഞ്ഞാൽ ഇപ്പോൾ വൃശ്ചിക രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അതിൻ്റെ 4ാം ഭാവത്തിൽ, കേന്ദ്രസ്ഥാനമാണ് 4ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത്. പക്ഷെ ആ കേസരി യോഗത്തിന് പൂർണ്ണ ഫലം ലഭിക്കുന്നില്ല. കാരണം ചന്ദ്രൻ നീചത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് ചന്ദ്രന് പൂർണ്ണ ബലമില്ലാത്തത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു കേസരി യോഗം പൂർണ്ണത കൈവരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ധന്വന്തരി ക്ഷേത്രത്തിൽ നമ്മുടെ പാലക്കാട് അല്ല, നമ്മുടെ കേരളത്തിൽ ഓരോ ജില്ലകളിലും ഓരോ മാസം തോറും ധന്വന്തരി ഹോമം, രോഗശമനത്തിനും രോഗവർദ്ധന ഇല്ലാതിരിക്കാൻ വേണ്ടി ധന്വന്തരി ഹോമം ധന്വന്തരി ക്ഷേത്രത്തിൽ നടത്തുന്നതും വളരെ ഉപകാരപരമായിട്ട് കാണുന്നുണ്ട്. അത് വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. പിന്നെ ദുരിതസ്ഥാനാധി 12ാം ഭാവാധിപനാണ്. അതായത് കന്യലഗ്നത്തിന്റെ 12ാം ദുരിതസ്ഥാനാധിപനാണ് 4ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പൊ ദുരിതങ്ങൾ 4ാം ഭാവം പറയുമ്പോൾ ഞാൻ പറഞ്ഞ ജനങ്ങളും രാജ്യവുമാണ് ദുരിതസ്ഥാനാധിപൻ നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ രാജ്യങ്ങൾക്കും ജനങ്ങൾക്കും വളരെ സംരക്ഷണം വേണം എന്നുള്ളതാണ് പറയുന്നത്. വളരെ സംരക്ഷണം വേണം. എന്നിരുന്നാല് ഈ 2022 2021 തന്നെ വളരെ മോശമായിരുന്നു. 2022 അതേപോലെ തന്നെയുള്ള ദോഷം വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഈ പ്രവചനം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരിക്കുന്ന പ്രവചനം എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ 2022 പിറക്കുന്ന സമയം വെച്ചിട്ടുള്ള ഒരു കണക്കുകൂട്ടലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നക്ഷത്രങ്ങൾ പ്രകാരം ഓരോ നക്ഷത്രക്കാർക്ക് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് എങ്ങനെയുള്ള ഫലങ്ങൾ 2022 കേറ്റ ഉറപ്പുണ്ടാവും. ഇത് രാജ്യത്തിനെ പറ്റി മൊത്തത്തിലുള്ള കണക്ക് പറയുന്നത്. ഇനി അശ്വതി നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ള ഓരോരോ നക്ഷത്രങ്ങൾക്കും എങ്ങനെയുള്ള ഫലമുണ്ടാവും എന്ന് നമുക്ക് ചിന്തിക്കാം. അതായത് തിരുവാതിര നക്ഷത്രം അല്ലെങ്കിൽ ആതിര നക്ഷത്രം എന്ന് പറയും. തിരുവാതിര നക്ഷത്രക്കാർക്ക് 2022 ഫലത്തിൽ വന്നിട്ട് ചിന്തിക്കുകയാണെങ്കിൽ കണ്ടകശനി വരെ ഒളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കണ്ടകശനി ഒന്ന് മാറി കിട്ടുന്നുണ്ട്. അഷ്ടമശനി ഒളിച്ചുകൊണ്ടിരിക്കുന്നു. അഷ്ടമശനി ഒന്ന് മാറി കിട്ടും. അപ്പോൾ ഇവർക്ക് വളരെ നല്ല കോളടിച്ച ഒരു വർഷമാണ് 2022. പലവിധ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. കാരണം വെച്ച് പറഞ്ഞാൽ അവർക്ക് കണ്ടകശനി ഉണ്ടായിരുന്നില്ല, അഷ്ടമശനി ഉണ്ടായിരുന്നു. അഷ്ടമശനിയിൽ ധാരാളം ആശുപത്രി ചെലവുകളും അതുപോലെ തന്നെ ഒന്നല്ലെങ്കിൽ ഒന്ന് അവസരങ്ങൾ വന്നു പോകുന്ന ലെവലുകളെല്ലാം ഉണ്ടാവും. അതെല്ലാം മാറി ഒരു ലെവലിൽ ഭാഗ്യശനിയായിട്ട് വരുന്ന ഒരു ശനിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അഷ്ടമി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി ഇപ്പോൾ ഈ ജനുവരി
പിറക്കുന്നതോടുകൂടിയിട്ട് 9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്തിൽ ഭാഗ്യശനി ഭാഗ്യഗുരുവായിരിക്കും. അപ്പോൾ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധിയും വയ്ക്കുകയും സന്താനങ്ങൾക്ക് അതിലേറെ വന്നിട്ട് സന്തോഷങ്ങളും മറ്റുള്ളതും പങ്കുവയ്ക്കാനുള്ള സാധ്യതയും, സന്താനങ്ങൾക്ക് വേണ്ടി തപസ്സരിക്കുന്നവർക്ക് സന്താനങ്ങൾക്കുള്ള ഒരു സന്താനങ്ങൾ ഇല്ലാതിരിക്കുന്നവർക്ക് സന്താനങ്ങൾ സത്യത്തിൽ വരുവാനുള്ള സാധ്യത, അതായത് കുറേ വർഷം 5-6 വർഷം 7 വർഷമായിട്ട് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന സംതൃപ്തി, അതിപ്പോൾ ഏത് ലെവലിലായിക്കോട്ടെ സന്താനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് താനും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല സൗകര്യം അതിനുള്ള അനുസരണവും അതിനുള്ള യോഗ്യതയും അതിനുള്ള സൗകര്യവും എല്ലാം കിട്ടുന്നതാണ്. അത് കാരണം കൊണ്ട് അവർക്ക് വലിയ കുഴപ്പമില്ല. കുടുംബത്തിലാണെങ്കിൽ സരിസംഭാരം മറ്റുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ പരസ്പരം ഒരു കൂട്ടായ്മയോടുകൂടി പ്രവർത്തിച്ചിട്ട് അതിനെ വിജയിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ളൊരു സമയം തന്നെ എന്ന് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഒരിതുണ്ട്. വർഷത്തിൽ 6ാം ഭാവത്ത് നിൽക്കുകയാണെങ്കിലും തിരുവാതിര നക്ഷത്രത്തിൻ്റെ നോക്കുകയാണെങ്കിൽ 9ാം ഭാവത്ത് നിൽക്കുന്നവയാണ് ഗുണകരമാണ്. അത് കാരണം പറഞ്ഞാൽ സ്വർണ്ണാഭരണ മേഖലയിൽ പണിയെടുക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും യഥേഷ്ടം ഭാഗ്യാനുഭവങ്ങളൊന്ന് കൈവരുവാനുണ്ട്. ചിലപ്പോൾ സ്വർണ്ണങ്ങളെല്ലാം കളഞ്ഞു കിട്ടുവാനും ലോട്ടറി അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്നിരുന്നാലും കുറേ അധികം സ്വർണം കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം ഭദ്രതയോടുകൂടി സൂക്ഷിക്കാനുള്ള കഴിവില്ലെങ്കിൽ അത് സർക്കാരിനെ ഏൽപ്പിക്കുന്നതായിരിക്കും ബുദ്ധി. കുറച്ച് സ്വർണം മാത്രം കിട്ടുകയാണെങ്കിൽ അത് നാഥന്മാരെ ഏൽപ്പിക്കുകയായിരിക്കും അതിൻ്റെ സ്ഥിതി. അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെയുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നിട്ട് ചില ഭാഗ്യം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയില്ല എന്തായാലും. എന്നാലും അങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങൾ ഈ വർഷത്തിൽ കഴിയാതിരിക്കുന്ന 27 വയസ്സിന് താഴെയുള്ള യുവതികൾക്കും 32 വയസ്സ് തൊട്ട് 25 വയസ്സുള്ള യുവാക്കൾക്കും വിവാഹം നടക്കുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കുറേ കാലമായി സന്താനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ പോകാത്ത ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതേ മനസ്സിൽ കുറേ കാലമായിട്ട് ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് ചിന്തിച്ചിരുന്നവർക്ക് അത് പുണ്യക്ഷേത്രമായിരിക്കും. പുണ്യക്ഷേത്രത്തിൻ്റെ എല്ലാം പോയി സാധിച്ചു വരുവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഗുരുക്കന്മാരുടെയും മരിച്ചുപോയ പിതൃക്കന്മാരുടെയും അവരുടെ എല്ലാം ഭയങ്കരമായിട്ടുള്ള ഒരു ആകർഷശക്തി അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും കിട്ടും എന്ന് തന്നെ പറയാം. അത് യാതൊരു സംശയമില്ല. ഡോക്ടേഴ്സ് വിഭാഗത്തിൽ പഠിച്ചിരിക്കുന്നവർക്കെല്ലാം അത് സക്സസ് ആയിട്ട് നല്ല സക്സസ് ആയിട്ട് മാർക്ക് നേടുകയും അതിലുപരി വന്നിട്ട് ഈ കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ഉചിതകരമായിട്ടുള്ളൊരു സമയം തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ സിവിൽ സർവീസിൽ കഠിനമായിട്ടുള്ള പഠനം നടത്തിയിട്ട് അതിൽ സിവിൽ സർവീസിൽ ഉന്നത വിജയം നേടി അത് പ്രതീക്ഷിക്കാത്ത ഉന്നത വിജയം നേടി വന്ന് അതിലേക്ക് സ്ഥാനമാറ്റങ്ങൾ കൈമാറുവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. സംഗീത സംവിധായകന്മാർ സിനിമാ ബന്ധത്തോടനുബന്ധിച്ചുള്ളവർക്കും കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം കുറച്ചൊരു സമയം നല്ലത് തന്നെയാണ് പറയുന്നത്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കുറച്ച് അവരുടേതായിട്ടുള്ള കുറച്ച് ശ്രേയസ് ഉയർത്താൻ പറ്റും. പിന്നെ അതുകൂടാതെ വ്യോമസേന, നാവികസേന, കരസേന അതുപോലെ സേനാധിപത്യം വഹിക്കുന്ന തൊഴിലിൽ ഏൽപ്പിക്കുന്നതിന് ഭാഗ്യം കൊണ്ട് തന്നെ അവർ വിജയിച്ചെടുക്കും എന്ന് തന്നെ പറയാം. പിന്നെ അതുകൂടാതെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ വലിയ ഗുണങ്ങളാണ് കാണുന്നത്. അപ്പോൾ തന്നെ രോഗാധിക്യം വന്നു പോവുകയാണെങ്കിലും അത് കാര്യമായിട്ടൊന്നും അധികം ബാധിക്കില്ല എന്നാണ് പറയുന്നത്. ഭവന നിർമ്മാണം വളരെ ഭംഗിയായിട്ട് നിറവേറ്റും. പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 2022 വാങ്ങിച്ചിരിക്കും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഭവന നിർമ്മാണം പൂർത്തിയാകാതെ മാനസികപരമായി ചിന്തിക്കുന്നവർക്കെല്ലാം ഈ വർഷം 2022 വന്ന ഒരു വർഷം ഉണ്ടെങ്കിൽ അതിൽ പുതിയ ഭവനത്തിൽ കയറി താമസിച്ച് മനസ്സ് കുളിരുവോളം ആഹ്ലാദിക്കുവാനുള്ള ഒരു വർഷം കൂടിയാണ് 2022 എന്ന് തന്നെ പറയാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് രാഹു ദശയിൽ ജനിച്ചിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ സർപ്പമാണ്. അപ്പോൾ 100 പാലും അല്ലെങ്കിൽ നാഗപൂജ എന്നിവ തിരുവാതിര നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ കഴിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും.